അപ്സരയും റസ്മിനും കൂടി പുറത്തിറങ്ങിയതിന് ശേഷം ജിൻഡോയ്ക്കെതിരെയുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ജിൻഡോ ഭയങ്കര വൃത്തിയായിട്ട ഒരാളാണെന്നാണ് അപ്സര പറയുന്നത്. കേട്ടു നോക്കാം. ഒരു മോശമായ പ്രവർത്തികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ജിൻഡോ ചേട്ടൻ അവിടെ ഇപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ ഞാൻ ഏതോ ഒരു ടൈമില് ഒരു ടാസ്കിനിടയിൽ ഗബ്രിയും റോക്കിയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് ഇവര് അടി ആവും എന്നൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ജിൻഡോ ചേട്ടൻ ഏറ്റവും അവിടെ ഫിസിക്കൽ ഫിറ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നൊരു വ്യക്തി ജിൻഡോ ചേട്ടനാണ്. ഞാൻ വാഷ്റൂമിലായിരുന്നു. ഞാൻ ഈ വഴക്ക് കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി ഞാൻ വന്നിട്ട് ആ വീഡിയോസ് ഒക്കെ പുറത്ത് വന്നിട്ടുള്ള കാര്യം ഞാൻ വന്ന് കാണുമ്പോൾ ജിൻഡോ ചേട്ടന്റെ റിയാക്ഷൻ ഈ ഒരു മുഖത്തോടെ നിൽക്കുന്ന ജിൻഡോ ചേട്ടനെ ഞാൻ കാണുന്നത്. ഞാനപ്പോ ജിൻഡോ ചേട്ടനോട് പറയണ്ട, അത് ഔട്ട് വന്ന എപ്പിസോഡ്. ജിൻഡോ ചേട്ടൻ നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക, ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പിടിച്ചു മാറ്റം പറഞ്ഞിട്ട് ഞാൻ പോയി ഇവരെ ഇടയ്ക്ക് നിൽക്കുക. ആ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന് ആ പ്രശ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അവിടെ കണ്ട അപ്സര ഒരു കാൽക്കുലേഷനിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഇപ്പൊ എനിക്ക് ഇപ്പൊ പോലും എന്റെ വീട്ടുകാർ ഞാനൊരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ അവർ ഇപ്പം പുറത്തിപ്പം റസ്മിനാണേലും അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളെ പുറത്തിറങ്ങിയ പല കണ്ടസ്റ്റൻസും പറഞ്ഞ ജിൻഡോയ്ക്കെതിരെ പറയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്ക് വരികയാണ്. നമുക്കെതിരെ ഭയങ്കര മോശം രീതിയിൽ കമന്റ്സ് വരികയാണ്, മോശം രീതിയിൽ നമുക്കെതിരെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജിൻഡോ എന്നൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് പറഞ്ഞ ജിൻഡോ എന്നൊരു വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. ജിൻഡോ എന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ അവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ജിൻഡോ ചേട്ടൻ അതുമാത്രമല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അയാൾ സംസാരിക്കുന്ന രീതി, ഇപ്പം ടാസ്കിനെ അദ്ദേഹം ഇടപെടുന്ന രീതി, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇത് നമ്മൾ പുറത്ത് പറയുമ്പോൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പുറത്ത് പറയുന്ന ആൾക്കാർ